എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വോളിയത്തില് ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി, ശത്രുക്ഷേത്രസ്ഥിതി, മൗഢ്യം തുടങ്ങിയുള്ള ഗ്രഹങ്ങളുടെ അവസ്ഥകളുള്ള ഫലങ്ങളാണ്. അങ്ങനെയുള്ള ഗ്രഹങ്ങൾ എന്ത് ഫലം നൽകും? ഉച്ചരാശി ഫലം. ഒരു ഗ്രഹം ഉച്ചമായിരുന്നാൽ ജാതൻ സുഖമുള്ളവനും, ഗ്രഹം ഉച്ചമായിരുന്നാൽ വളരെ കർമ്മങ്ങൾ ചെയ്യുന്നവനും, ഗ്രഹം ഉച്ചമായിരുന്നാൽ രാജതുല്യനും ധാരാളം ധനമുള്ളവനും രാജാവ് തന്നെയും ആയിരിക്കും, അധികാരിയും പ്രശസ്തനും ആയിരിക്കും. നാലിലധികം ഗ്രഹം ഒരു ഗ്രഹം ഉച്ചമായിരുന്നാൽ ജാതൻ സുഖമുള്ളവനും, രണ്ട് ഗ്രഹം ഉച്ചമായിരുന്നാൽ വളരെ കർമ്മങ്ങൾ ചെയ്യുന്നവനും, മൂന്ന് ഗ്രഹം ഉച്ചമായിരുന്നാൽ രാജതുല്യനും ധാരാളം ധനമുള്ളവനും, നാല് ഗ്രഹം ഉച്ചമായിരുന്നാൽ രാജാവ് തന്നെയും ആയിരിക്കും, അധികാരിയും പ്രശസ്തനുമായിരിക്കും. നാലിലധികം ഗ്രഹങ്ങൾ ഉച്ചമായിരുന്നാൽ ജാതൻ ദിവ്യപുരുഷനായിരിക്കും, രാജാവ് തന്നെ ആയിത്തീരും. നീചഗ്രഹങ്ങൾ. നീചഗ്രഹങ്ങൾ പൊതുവെ ശുഭഫലം നൽകുന്നില്ല എന്ന് തന്നെയല്ല, ദോഷഫലം നൽകും. ലഗ്നാധിപൻ നീചമായാൽ അല്പായുസ്സാവും. നീചഗ്രഹങ്ങളുടെ ആധിക്യത്തിനനുസരിച്ച് തന്റെ തന്നെ നടപടികളെ കൊണ്ട് അധപ്പതനം സംഭവിക്കുന്നവനായും ദീനനായും ദുർനടപ്പുകാരനായും കടക്കാരനായും നീചന്മാരെ ആശ്രയിക്കുന്നവനായും നിന്ദ്യപ്രദേശങ്ങളിൽ വസിക്കുന്നവനായും വൃത്തിവേല ചെയ്യുന്നവനാകും. വഴിയാത്ര കൊണ്ടുള്ള ദുഃഖവും ദുരിതവും അനുഭവിക്കുന്നവനായും ആപത്തിൽ അകപ്പെടുന്നവനായും ഭവിക്കും. നീചഗ്രഹ ഫലം. ഒരു ഗ്രഹം ഇപ്പോ ചൊവ്വ കർക്കിടകത്തിൽ നീചായി കഴിഞ്ഞാൽ ആ ചൊവ്വയുടെ ദശയിൽ അയാള് സർവ നീച പ്രവൃത്തികളും ചെയ്യും. പിന്നെ മദ്യപാനം, കൂട്ടുകൂടി കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിക്കാം. പിന്നെ നിസ്സാര കാര്യത്തിന് ദേഷ്യം വന്ന് വഴക്കുണ്ടാക്കുക, തല്ലുകൂടുക, നീചന്മാരായിട്ടുള്ള മനുഷ്യരായിട്ട് കൂട്ടുകൂടുക, അങ്ങനെ വൃത്തിവേല ചെയ്യുക, വഴിയാത്ര കൊണ്ടുള്ള ദുഃഖം ദുരിതം അനുഭവിക്കുക, ജയിലിൽ പോവുക, അങ്ങനെയുള്ള ദുരിതങ്ങളാണ്. ശത്രുക്ഷേത്ര സ്ഥിതിഫലം. നീറിഷ്ടനും അന്യരുടെ അന്നം കൊണ്ട് ഉപജീവിക്കുന്നവനും അന്യരുടെ വീടുകളിൽ താമസിക്കേണ്ടി വരുന്നവനും ദരിദ്രനായിട്ടും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടുന്നവനായും സ്നേഹിതന്മാർ പോലും ശത്രുക്കളായി തീരുന്നവനുമാണ് ഒരു ഗ്രഹം ശത്രുക്ഷേത്രത്തിൽ ഇരുന്നാൽ. ചൊവ്വ പോലുള്ള ഗ്രഹം ബുധനാണ് ശത്രു. ബുധന്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ശത്രുക്ഷേത്ര സ്ഥിതിയെ. അപ്പോൾ നികൃഷ്ടനും അന്യരുടെ അന്നം കൊണ്ട് ഉപജീവിക്കുന്നവനും അന്യരുടെ വീടുകൾ താമസിക്കുന്നതിന് വരുന്നവനും ദരിദ്രനായിട്ടും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെടും. സ്നേഹിതന്മാർ പോലും ശത്രുക്കളായി തീരും. അന്യരുടെ വീട്ടുകളിൽ താമസിക്കേണ്ടി വരിക, വൃത്തിവേല ചെയ്യുക. അതുപോലെ തന്നെ ദാരിദ്ര്യം ശത്രുക്കളധികമാവുക. മൗഢ്യഗ്രഹഫലം. സ്ത്രീകൾ നിമിത്തവും ധനം കാരണവും പുത്രന്മാർ കാരണവും മരണദുഃഖം അനുഭവിക്കുന്നവനായും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുന്നവനായും കാരണമില്ലാതെ കലഹിക്കുന്നവനായും നിസ്സാര കാര്യങ്ങൾക്ക് പരിഭവിക്കുന്നവനായും അപവാദങ്ങൾ ധാരാളം കേൾക്കേണ്ടി വരുന്നതിനായും ഫലം. മൗഢ്യഗ്രഹത്തിന്റെ ഫലമാണ് അല്പം. പുത്രന്മാർ കാരണവും ഭാര്യമാർ കാരണവും ധനനാശം മരണദുഃഖം അനുഭവിക്കുക, മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെടുക, കാരണമില്ലാതെ കലഹിക്കുക, നിസ്സാര കാര്യങ്ങൾക്ക് പരിഭവിക്കുക, അപവാദങ്ങൾ ധാരാളം കേൾക്കേണ്ടി വരികയും. അത് ഇത്തരത്തിലുള്ള മൗഢ്യഗ്രഹം. മൗഢ്യം വെച്ചാൽ സൂര്യനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് മൗഢ്യം. വക്രഗ്രഹസ്ഥിതികൾ. ഗ്രഹങ്ങൾ വക്രമാകുമ്പോൾ ഗ്രഹങ്ങൾക്ക് ശത്രുക്ഷേത്ര സ്ഥിതിയോ നീച രാശി സ്ഥിതിയോ ഉണ്ടായിരുന്നാലും വക്രത്തിലാണെങ്കിൽ ഉച്ചരാശി ഫലം നൽകുമെന്നാണ് ഫലദീപിക പറയുന്നത്. അതായത് ശത്രുക്ഷേത്ര സ്ഥിതി ഉണ്ടെങ്കിലും നീചരാശി സ്ഥിതി ഉണ്ടെങ്കിലും വക്രത്തിലാണെങ്കിൽ ഗുണഫലം ചെയ്യും എന്നാണ് പറയും. എന്നാൽ യഥാർത്ഥത്തിൽ ഏത് ഭാവത്തിന്റെ ആധിപത്യമാണോ, അനിഷ്ടഭാവത്തിന്റെ ആധിപത്യം ഉണ്ടെങ്കിൽ ആ ഗ്രഹം അനിഷ്ടഫലം നൽകുക, ഉയർന്ന തോതിൽ അനിഷ്ടഫലം നൽകും. ശത്രുക്ഷേത്ര സ്ഥിതിയോ നീചസ്ഥിതിയോ ഉണ്ടായിരുന്നാലും വക്രത്തിലാണെങ്കിൽ, വക്രത്തിന്റെ ഒരു ഗ്രഹം വക്രത്തിലായ അയാളുടെ ഫലത്തെ സംബന്ധിച്ചു അതിന്റെ ഭാവാധിപത്യത്തെ പറ്റി ചിന്തിച്ചിട്ട്, ഭാവാധിപത്യം ശുഭമാണെങ്കിൽ വക്രഗ്രഹം ശുഭഫലം നൽകും. വക്രഗ്രഹത്തിന്റെ ഭാവാധിപത്യം അനിഷ്ട 6, 8, 12 ഒക്കെ ആണെങ്കിൽ അനിഷ്ടഫലം. വർഗോത്തമാംശസ്ഥിതികൾ. വർഗോത്തമാംശസ്ഥിതി ഗ്രഹം സ്വക്ഷേത്ര സ്ഥിതി ഫലം നൽകും. വർഗോത്തമം എന്ന് വെച്ചാൽ ഒരു ഗ്രഹം നിൽക്കുന്ന രാശി തന്നെ നവാംശം വരുന്നതിനാണ് വർഗോത്തമം. അപ്പൊ ചരരാശികൾക്ക് ആദ്യത്തെ നവാംശവും സ്ഥിരരാശികൾക്ക് 5ാമത്തെ നവാംശവും ഉഭയരാശികൾക്ക് 9ാമത്തെ നവാംശവും വർഗോത്തമായിരിക്കും. അത് സ്വക്ഷേത്ര സ്ഥിതി ഫലം നൽകും.
സമക്ഷേത്ര സ്ഥിതിഫലം. സമക്ഷേത്ര സ്ഥിതി ഗ്രഹം വിശേഷമായി ഫലം ഉണ്ടാക്കുകയില്ല. മുൻപുള്ള ദശാഫലം തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. അത് സമക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം പ്രത്യേകിച്ച് കാര്യമായിട്ട് ഒരു ഫലവും നൽകുന്നില്ല എന്നാണ് പറയുന്നത്. നിസ്സാരമായിട്ട് എന്തെങ്കിലും കാരക ഫലങ്ങൾ എന്തെങ്കിലും നൽകിയതായി. സമക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഉച്ചക്ഷേത്രം തുടങ്ങിയുള്ള ഫലങ്ങളൊന്നും നൽകാൻ പറ്റില്ല. ബന്ധുക്ഷേത്ര സ്ഥിതികൾ. ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവന് ബന്ധുക്കളെ കൊണ്ട് കാര്യസിദ്ധിയും പുതിയ ആളുകളുമായിട്ടുള്ള സ്നേഹവും നല്ല പുത്രന്മാരും ഭാര്യയും ധനധാന്യ ഭാഗ്യങ്ങളും എല്ലാ ആളുകളുമായിട്ടുള്ള ആനുകൂല്യവും ഉണ്ടാകും. ബന്ധുക്ഷേത്രം നല്ല ഫലം നൽകുന്നതാണ് പൊതുവെ. ബന്ധുക്ഷേത്ര സ്ഥിതിയുള്ള ഗ്രഹം ശുക്രൻ, ശനി ശുക്രന്റെ ക്ഷേത്രത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ ബുധന്റെ ക്ഷേത്രത്തിൽ നിൽക്കാം. അതുപോലെ തന്നെ ഒരു ബുധനും ശനിയും ശുക്രനും അവരുടെ പരസ്പരം രാശികളിൽ മാറി നിൽക്കുക. അതൊക്കെ മിത്രക്ഷേത്രമാണ്. അതുപോലെ തന്നെ ചൊവ്വ ചന്ദ്രന്റെയോ സൂര്യന്റെയോ വ്യാഴത്തിന്റെയോ ക്ഷേത്രങ്ങളിൽ നിൽക്കുക. അതൊക്കെയാണ് ബന്ധുക്ഷേത്രം. സ്വക്ഷേത്ര സ്ഥിതികളും. ഗ്രഹങ്ങൾ സ്വക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ ജനിച്ചവൻ പ്രഭുക്കന്മാരിൽ നിന്നുള്ള സമ്മാനദാനങ്ങൾ കിട്ടുന്നവനും പ്രഭുത്വത്തെയോ ഇളക്കമില്ലാത്ത ഗ്രഹസ്ഥിതിയെയോ പ്രാപിക്കുന്നവനായി അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശാപഹാര കാലങ്ങളിൽ പുതിയ വീടുകൾ കിട്ടുകയും പണിയുകയും സർവ്വസസ്യങ്ങളും നിറഞ്ഞ ഭൂമിയെ പ്രാപിക്കുന്നവനായി ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനായും നശിച്ചുപോയ സകല വസ്തുക്കളെയും വീണ്ടെടുക്കുന്നവനായും പോയി. സ്വക്ഷേത്ര സ്ഥിതിഫലം. ഒരു ഗ്രഹത്തിന് സ്വന്തം ക്ഷേത്രം. ഇപ്പം ചൊവ്വയ്ക്ക് മേടത്തിൽ നിൽക്കാം, അല്ലെങ്കിൽ വൃശ്ചത്തിൽ നിൽക്കാം. അതുപോലെ തന്നെ ശുക്രൻ ഇടവത്തിലോ തുലാത്തിലോ നിൽക്കാം. അങ്ങനെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം പ്രഭുക്കന്മാരിൽ നിന്നുള്ള സമ്മാനദാനങ്ങൾ കിട്ടുന്നവനും പ്രഭുത്വത്തെയോ ഇളക്കമില്ലാത്ത ഗ്രഹസ്ഥിതിയെയോ പ്രാപിക്കുന്നതിനായും അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ ദശാപകാരങ്ങളിൽ പുതിയ വീടുകൾ കിട്ടുകയും പണിയുകയും സർവ്വസസ്യങ്ങളും നിറഞ്ഞ ഭൂമിയെ പ്രാപിക്കുന്നതിനായി ജനങ്ങളാൽ ബഹുമാനിക്കപ്പെടുന്നവനായി നശിച്ചുപോയ സകല വസ്തുക്കളെയും വീണ്ടെടുക്കുന്നവനായും തോന്നും. അങ്ങനെയാണ് ഗ്രഹങ്ങളുടെ സ്വക്ഷേത്രാദി ബന്ധു സമക്ഷേത്ര വർഗോത്തമാദി ഫലങ്ങളെ പറ്റി പറഞ്ഞ അതിന്റെ ഫലങ്ങൾ, ദശാഫലങ്ങൾ, ആ ഗ്രഹങ്ങളുടെ ദശാ അപഹാര കാല ഫലങ്ങളിൽ ഈ തരത്തിലുള്ള ഗുണഫലങ്ങളും ഫലം കുറഞ്ഞ ഗ്രഹങ്ങൾക്ക് അനിഷ്ടഫലങ്ങളും ചിന്തിക്കാവുന്നതാണ്. അപ്പൊ ഈ വോളിയം കഴിഞ്ഞു. ഇനി അടുത്തൊരു വോളിയത്തില് ഗ്രഹദൃഷ്ടിയെ പറ്റി വിശദമായി. നമസ്തേ.